ഹലോ വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KFC സ്റ്റൈൽ ട്വിസ്റ്റർ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ട്വിസ്റ്റർ റെസിപ്പിയാണ്. നമ്മൾ KFC നിന്നൊക്കെ ട്വിസ്റ്ററും ബർഗറും എല്ലാം വാങ്ങിക്കാറുണ്ട്. അപ്പൊ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ട്വിസ്റ്റർ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പ് ഞാൻ ഇന്നും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യണം, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഹാഫ് സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാഫിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ക്രഷ് ചില്ലി പൗഡർ, അത് കുറച്ച് സ്പൈസിയാണ്, കുറച്ച് എരിവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ നോർമൽ ചില്ലി പൗഡറാണ്, അതും ഞാനൊരു കാലാണ് ആഡ് ചെയ്തത്. എന്നൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡാർക്ക് സോയാ സോസാണ്. ഈ സെയിം സ്പൂൺ കൊണ്ട് തന്നെ, ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഒരു സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈറ്റ് ആണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വിനീഗർ, അതും ഈ സ്പൂൺ കൊണ്ട് തന്നെ ആദ്യം 1 സ്പൂൺ ആഡ് ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അതുപോലെ ഒരു സ്പൂണും കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2-2.25 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വിനീഗർ. പിന്നെ ഇത് ഹോട്ട് ചില്ലി സോസാണ്, അതും ഞാൻ ഒരു സ്പൂൺ ഫുള്ളില്ല, ഒരു പൊടിക്ക് കുറവായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളല്ലാതെ തന്നെ ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കുറവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെള്ളം നന്നായി ഡ്രെയിൻ ചെയ്ത് പോയതായിരിക്കണം, വാട്ടർ കണ്ടൻറ്റ് ഒട്ടും പാടില്ല. ചിക്കൻ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി KFC ട്വിസ്റ്റർ ചിക്കനിൽ ഇച്ചിരി ലോങ് ആയിട്ടായിരിക്കും. ഞാൻ അത് വേറൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. പിന്നെ വിചാരിച്ചു ഇത് ഉണ്ടാക്കാം, ഇത് KFC ചിക്കൻ, അതായത് KFC നമ്മൾ ട്വിസ്റ്റർ ഉണ്ടാക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് ഇതിനായിട്ട് യൂസ് ചെയ്തത്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിത് ക്യൂബ്സ് ആയിപ്പോയി. അതൊന്നൊരു 30 മിനിറ്റ്സ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. മാരിനേഷനൊക്കെ കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ പൗഡർ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ഞാനിത് സെയിം സ്പൂൺ തന്നെയാണ്, അതുകൊണ്ട് 1 സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്, അതായത് മൈദ. പിന്നെ 1 സ്പൂൺ റൈസ് പൗഡർ, പിന്നെ 1 സ്പൂൺ കോൺഫ്ലോറും. ഈ 3 പൊടികളാണ് എടുത്തിരിക്കുന്നത്. റൈസ് പൗഡർ അറിയാലോ, ഇഡ്ഡലി നൈസായിട്ടുള്ള പൊടി, പത്തിരിപ്പൊടി എന്ന് പറയില്ല, അത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് പെപ്പർ പൗഡർ, ഞാൻ കൂടുതലല്ല, കുറച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതുപോലെ കുറച്ച് മാത്രം ഗാർലിക് പൗഡർ, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗാർലിക് പൗഡറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ബൗളിലോട്ട് ഞാൻ 1 എഗ്ഗേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചിക്കൻ കണ്ടുല്ലോ, കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ടാണ് 1 എഗ്ഗ് യൂസ് ചെയ്തത്. അതുപോലെ പൊടികളും ഞാൻ ഓരോ സ്പൂൺ വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ, കാരണം ചിക്കൻ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങളിതിൽ വ്യത്യാസം വരുത്തണം. അതൊന്നും ബീറ്റ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോ പീസ് ചിക്കൻ ഒന്നെടുത്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പൗഡറിൽ കോട്ട് ചെയ്തിടുക. ഈ ഫ്ലോർ ഉണ്ടല്ലോ, നമ്മൾ ഈ 3 പൊടികൾ ആഡ് ചെയ്ത് അതിലോട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഫ്ലോറൊക്കെ ഒന്ന് അവിടെ തന്നെ ഒന്ന് തട്ടി മാറ്റുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി, വല്ലാതെ അതിലങ്ങ് ഇട്ട് കൊടുക്കണ്ട. അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ പിന്നെ ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുക. പൊടി വല്ലാതെ കൂടരുത്, അപ്പോൾ എന്താ പറയുക, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോൾ. ചെറിയൊരു കോട്ടിങ് കണ്ടോ, ഇതുപോലെ. എന്നിട്ട് നമ്മുടെ നല്ല ഹോട്ടായിട്ടുള്ള ഓയിലാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. നല്ല ഹോട്ടായിട്ടുള്ള ഒരു ഓയിൽ നമുക്കൊന്ന് പതുക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇത് സെക്കൻഡ് പീസ് ചിക്കനാണ്. ആദ്യം ഒന്ന് ഇതിൽ കോട്ട് ചെയ്യുക, പിന്നെ എഗ്ഗിലോട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ വീണ്ടും ഈ ഫ്ലോർ തന്നെ. എഗ്ഗിലിടുമ്പോൾ 2 സൈഡിലും ഒന്ന് കോട്ടിങ് ആവണം.
അങ്ങനെ വേണം ഇടാൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ക്യൂബ്സ് ആയതുകൊണ്ടാണ് കുറച്ച് ലോങ് ആയിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇത് വേണ്ടി വരില്ല. ഇതാ അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഞാൻ 2 സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. റൈസ് പൗഡറൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ക്രിസ്പിനെസ്സാണത്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് രണ്ട് വട്ടമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ചിക്കൻ. ഇതാ കണ്ടോ, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഫസ്റ്റ് ഞാൻ ഇതാണ് ചെയ്തെടുത്തത്. കണ്ടോ, ഇതിനൊരു ഇച്ചിരി കളറ് കുറവുണ്ട്. കാരണം ഞാൻ ടെർമറിക് പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫ്ലോറിൽ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ബാച്ച് പ്രിപ്പയർ ചെയ്തത്. സെക്കൻഡ് ബാച്ചിൽ ഞാൻ ഇത് രണ്ടും ജസ്റ്റ് ഒരു പിഞ്ച് വെച്ചിട്ടേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ സെക്കൻഡ് ബാച്ചിലെ ചിക്കന് നല്ല കളറ് വന്നു. നമ്മുടെ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ വാങ്ങിക്കുമ്പോൾ നല്ല കളറുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല നമുക്ക് ആക്ച്വലി. അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ, ഫുഡ് കളർ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ടെർമറിക് പൗഡറും കാശ്മീരി ചില്ലി പൗഡറും തന്നെ യൂസ് ചെയ്താൽ തന്നെ നമ്മളുടെ ഫുഡിനൊക്കെ നല്ല കളറ് കിട്ടും. അപ്പോൾ അതാണ് ഈ ഡിഫറൻസ് കാണുന്നത്. ഫസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തില്ല, സെക്കൻഡിൽ ഞാൻ ജസ്റ്റ് ഒരു പിഞ്ചേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ആ പിഞ്ചിട്ടപ്പോൾ തന്നെ നല്ലൊരു കളറ് വന്നു. അപ്പോൾ രണ്ട് സെറ്റും, പക്ഷെ ടേസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്, കളറ് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടും നല്ല ക്രിസ്പി ആയിട്ട് സെയിം ടേസ്റ്റ് തന്നെയാണ്, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കളറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. കുറച്ചൊരു എന്താ പറയുക, കാശ്മീരി ചില്ലി പൗഡറും ടെർമറിക് പൗഡറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാണ്ട് അതിനാദ്യം ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ട് ഞാൻ 1 സ്പൂണാണ് മയോണൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോട്ട് സോസ് ഞാൻ എന്താ പറയുക കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതൊരു സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത്, ഞാൻ ലൈം ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്, വിനീഗർ അല്ല, ലൈം ജ്യൂസാണ് പുളിക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും 1 സ്പൂൺ വന്ന് ഞാൻ ചെറിയ സ്പൂണാണ്, കാരണം ഞാൻ 2 ട്വിസ്റ്ററാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് സോസസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗാർലിക് പൗഡറും കൂടി ഒരു ഇച്ചിരി വളരെ ഒരു പിഞ്ചെന്ന് പറയാം, അത്രേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു. ടോപ്പിൽ നമുക്ക് സോസ് ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ലെറ്റൂസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. നമ്മൾ പ്രിപ്പയർ ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കുക. ഞാൻ ടോർട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കിട്ടും, ചപ്പാത്തി പോലെ ഇരിക്കുന്നതാണ്, ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണത്. അതിൻ്റെ ടോപ്പിൽ ഞാനൊരു തിന്നായി കട്ട് ചെയ്ത 2 കുക്കുംബർ പീസും വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടൊമാറ്റോയാണ് പിന്നെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണെന്ന് വയ്ക്കുക ആഡ് ചെയ്യുക. ഞാൻ ആ ടൊമാറ്റോൻ്റെ പൾപ്പ് കളഞ്ഞ് ജസ്റ്റ് ടൊമാറ്റോ പീസ് ചെറുതായിട്ട്, പിന്നെ നമ്മൾ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റോൾ ചെയ്യുക. ബട്ടർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഞാൻ എന്തായാലും യൂസ് ചെയ്തു എന്ന് മാത്രം. ബട്ടർ പേപ്പറിലും കൂടി റോൾ ചെയ്തു. കണ്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ, നമ്മളിപ്പോൾ KFC ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഫുഡിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലായിരുന്നു വന്നിരുന്നത്. സ്മെല്ല് മാത്രമല്ല, കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് നമ്മൾ KFC അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ട്വിസ്റ്ററിൻ്റെ സെയിം ടേസ്റ്റും സ്മെല്ലുമാണ് പ്രിപ്പയർ ചെയ്തപ്പോഴും കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കുറേ ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്വിസ്റ്റർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ, താങ്ക് യു.